പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഒന്ന് മഹത്വം കൊടുത്താട്ടെ. നമ്മൾ നിരന്തരമായിട്ട് ദൈവവചനം, ദൈവം തരുന്ന ആയുസ്സും ആരോഗ്യം കൃപയ്ക്കും അനുസരിച്ച് നമ്മൾ റോമാലേഖനം പഠിക്കാൻ പോകുകയാണ്. നമ്മൾ അതിൻ്റെ ചില വിശദാംശങ്ങൾ കഴിഞ്ഞ ആഴ്ച കേൾക്കുവാനിടയായി തീർന്നു. AD 58 ഈ ലേഖനം റോമൻ സഭയ്ക്ക് എഴുതുന്നത്. എഫെസോസിൽ വെച്ചാണ് താൻ ട്രാവലിങ്ങിനുള്ള പ്ലാനുകൾ ചെയ്യുന്നത്. മക്കതോനിയ വഴി, അഖായ് വഴി, യെരുശലേം വഴി റോമിലെത്തണം എന്നുള്ള ഒരു പ്ലാനിങ് തനിക്കുണ്ടായത് എഫെസോസിൽ വെച്ച. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് പകൽ നമ്മൾ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച് അതിനകത്തെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി വേഗത്തിൽ ഈ ലേഖനം ഇന്ന് പകൽ പഠനം നമ്മൾ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നു. अतिशीघ्र ही 1 से लेकर 7 वचन को हम पढ़ेंगे, उससे कुछ बातों को मनन करेंगे और मैं बैठना चाहता हूँ. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിരിക്കുന്ന എഴുത്ത് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഓർഡർ ചിലപ്പം വ്യത്യസ്തമാണ്. ഇംഗ്ലീഷിൽ ഓർഡർ വ്യത്യസ്തമാണ്, മലയാളത്തിലുള്ള ഓർഡർ വ്യത്യസ്തമാണ്. 1 से लेकर 7 तक उसका जो ऑर्डर है वो एक के बाद एक जो सीक्वेंस है वो मलयालम में और इंग्लिश में हो सकता है, हिंदी में भी वो अलग हो. അത് നമുക്കൊന്ന് വായിക്കാം. 1-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. അത് നമുക്കൊന്ന് മലയാളത്തിൽ വായിക്കാം. ഇംഗ്ലീഷും ഹിന്ദിയും ബൈബിളുള്ളവർ ചേർന്ന് നിങ്ങളതൊന്ന് വായിക്കണം. ഇനി അത് ഹിന്ദിയിൽ വായിക്കുന്നതല്ലായിരിക്കും, ഇംഗ്ലീഷിൽ വായിക്കുന്നതല്ലായിരിക്കും. സോ ദോസ് ഹു ഹാവ് ബൈബിൾ, പ്ലീസ് ഓപ്പൺ അപ്പ് ഇറ്റ് ആൻഡ് പ്ലീസ് റീഡ് വിത്ത് അസ്. അത് ഇംഗ്ലീഷിലായാലും ഹിന്ദിയിലാണെങ്കിലും യു ജസ്റ്റ് റീഡ് ഇറ്റ്. എല്ലാ കാര്യങ്ങളും എപ്പോഴും ഹിന്ദിയിൽ പറയത്തില്ല, ഇംഗ്ലീഷിൽ പറയത്തില്ല. നിങ്ങളും ആ ബൈബിൾ തുറന്ന് വായിക്കണമെന്ന്. मलयालम में हम 1 से 7 पढ़ने जा रहे हैं. आपके पास जो भी लैंग्वेज का बाइबल है आप वो उनके साथ ही पढ़िए. हम दूसरे भाषाओं में നമുക്കൊന്ന് അതൊന്ന് വായിക്കാം, ഉച്ചത്തിൽ അതൊന്ന് വായിക്കാം. ദൈവം തന്റെ പുത്രനും ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി, ബാക്കി ഞാൻ പറഞ്ഞോളാം, ഞാൻ പറയാൻ ശ്രമിക്കുക കേട്ടോ. മുമ്പ് കൂട്ടി പ്രവചിച്ച സുവിശേഷത്തിനായി ഹല്ലേലൂയ വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ് റോമയിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രിയ മക്കളും അല്ലെങ്കിൽ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. അടുത്ത വാക്യം ഇങ്ങനെയാണ്, ശ്രദ്ധിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിലും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഓരോ വാക്കിനും അതിൻ്റെതായ ആക്കമുണ്ട്. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, ജഡം സംബന്ധിച്ച് അവൻ ദാവീദിന്റെ സന്തതി ആയി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേൽക്കുകയാൽ അല്ലെങ്കിൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിൽ ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിൻ്റെ അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അടുത്ത വാക്യം ഇങ്ങനെയാണ്, അവരിൽ യേശു ക്രിസ്തു മൂലം നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയല്ലേ? വിളിക്കപ്പെട്ട നിങ്ങളും എന്ത് ചെയ്തു? ഉൾപ്പെട്ടിരിക്കുന്നു. ഓരോ വാക്യത്തിനും വളരെ അർത്ഥവത്തായിട്ട് ഹല്ലേലൂയ ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. एक वचन में उनकी गहराई है, वो हम ध्यान दें. അപ്പോൾ ഇവിടെ പറയുന്ന 2-3 പദങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. यहाँ खास करके कहने लायक 2-3 विषय में कहना चाहता हूँ. ഒന്ന്, ആരംഭമായി പൗലോസ് പറയുന്നത് 2 പദങ്ങളാണ്. ഒന്ന് സ്ലേവും, 2 ഹല്ലേലൂയ ഡൂലോസ് ആൻഡ് കൂരിയോസ്. 2 बातें हैं, एक डूलोस और क्यूरियोस. ഡൂലോസ് എന്ന് പറഞ്ഞാൽ ദാസൻ അല്ലെങ്കിൽ സ്ലേവ്. डूलोस का अर्थ ये है कि वो एक दास है. കൂരിയോസ് എന്ന് പറഞ്ഞാൽ യജമാനൻ, മാസ്റ്റർ എന്ന വാക്കാണ്. क्यूरियोस का अर्थ ये है कि वो एक मालिक है. തന്നെ താൻ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ പൗലോസ് വിശേഷിപ്പിക്കുന്ന താൻ യേശു ക്രിസ്തുവിന്റെ ദാസനാണ്.
वो पौलुस ये कहते हैं कि वो यीशु मसीह का एक दास है। രണ്ട്, യേശുവിനെ താൻ ഹല്ലേലൂയ വെക്കുന്നത് തൻ്റെ ദൈവമായിട്ട്, കർത്താവായിട്ട്, മാസ്റ്ററായിട്ട്, കൂരിയോസ് എന്ന പദമാണ് और उसी ഉപയോഗിച്ചിരിക്കുന്നത്. तरह वो यीशु मसीह को अपना अपना मालिक या अपना परमेश्वर ऐसा एक नाम देते हैं। നമ്മൾ പഴയ നിയമത്തിലും കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് അവരെയും സംബോധന ചെയ്യുന്നത്. हम पुराने नियम में पढ़ते हैं, वहाँ पर भी यही हम देखते हैं। മോശയെക്കുറിച്ചും യഹോവ പറയുന്നത് ഇങ്ങനെയാണ്. ആവർത്തന പുസ്തകത്തിലാണെന്നല്ല, യോശുവയുടെ പുസ്തകത്തിലാണെന്ന് 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കേണ്ട. ഹല്ലേലൂയ, എൻ്റെ ദാസനായ മോശ. मूसा के बारे में भी हम जोशुआ के पुस्तक उसके पहले अध्याय 4 वचन में पढ़ते हैं, मेरा दास मूसा। യോശുവയുടെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം 29-ാമത്തെ അധ്യായം ഏറ്റവും ഒടുവിലത്തെ വാക്യങ്ങളിൽ വരുമ്പോഴും യോശുവയെക്കുറിച്ചും യഹോവ പറയുന്നത് ഇങ്ങനെ, യഹോവയുടെ ദാസനായ നൂനിൻ്റെ മകനായ യോശുവ. उसी तरह योशुआ के बारे में, यहोशू के बारे में भी उसके 29वें अध्याय में हम पढ़ते हैं, नून के जो पुत्र है यहोशू, वो मेरे दास। അത് പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പ്രവാചകന്മാർക്കും പുരോഹിതന്മാരും എല്ലാം ദൈവത്താൽ വേർതിരിക്കപ്പെട്ട എല്ലാവരും എടുത്തിരുന്ന ഒരു ടൈറ്റിലാണ് യഹോവയുടെ ദാസൻ എന്ന പേര്. पुराने नियम से ही ये चलता आया है कि वो परमेश्वर के दास है। അത് പുതിയ നിയമത്തിൽ മാത്രം കാണുന്ന ഒരു പദമല്ല. वो केवल हम नए नियम में नहीं देख रहे। അവിടെയും പൗലോസ് ഇവിടെ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിന്റെ ദാസനാണ്. यहाँ पौलुस कहते हैं कि मैं यीशु का दास हूँ। ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അത് ഈ ഒരു വാക്യത്തിൽ മാത്രമല്ല പല ലേഖനങ്ങളിലും പൗലോസ് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു വാക്യം മാത്രം ഞാൻ നിങ്ങളെ പറഞ്ഞ് കേൾപ്പിക്കാം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തുവിന്റെ ദാസനായ പൗലോസ് നിങ്ങൾക്ക് എഴുതുന്നത് എന്ന വാക്കാ അവിടെ फिलिपियों की पत्री में उसका पहले वचन में हम पढ़ते हैं कि यीशु मसीह के जो दास है वो। അപ്പോൾ ഹല്ലേലൂയ, എല്ലാ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉപയോഗിക്കുന്ന പദമാണ് ദൈവത്താൽ വിളിക്കപ്പെട്ട ദാസന്മാർ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. नए नियम में और पुराने नियम में दोनों में एक ही तरह से हम देखते हैं जो यीशु मसीह के दास के। അവരുടെ പ്രവർത്തന മിനിസ്ട്രികൾ വ്യത്യസ്തമായിരിക്കും. ഒരു പക്ഷേ പ്രവാചനായിരിക്കാം, പുരോഹിതനായിരിക്കാം, അല്ലെങ്കിൽ അപ്പോസ്തോലനായിരിക്കാം, ഉപദേഷ്ടാവായിരിക്കാം, പല നിലകളിലുണ്ടെങ്കിലും അവരെല്ലാം അവരെ വിശേഷിപ്പിച്ചത് ദൈവത്തിന്റെ ദാസന്മാരെന്നാണ്. उनकी सेवकाई विभिन्न तरह से परमेश्वर ने उन्हें सौंपा गया था। कोई भविष्यवक्ता है, कोई प्रेरित है, कोई याजक है, कोई पुरोहित है, विभिन्न कार्य वो करते थे, तो भी उनका जो नाम है वो अपने आप को दास ही कहलाते थे। ഇവിടെ പൗലോസ് ദൈവത്തിന്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ദാസൻ എന്ന് തന്നെ വിശേഷിപ്പിക്കുമ്പോൾ ഒരു കാര്യം അതിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. यहाँ पौलुस जब अपने आप को परमेश्वर के दास जब कहते तब അത് ഹല്ലേലൂയ ഒരു ദിവസം അങ്ങ് ദൈവം വിളിച്ചതുകൊണ്ട് മാത്രം ദാസനായതല്ല. उन्हें एक दिन अचानक परमेश्वर ने बुलाया इसीलिए ही नहीं, തനിക്ക് യേശുവിനെ കുറിച്ചുള്ള റെവലേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ उन्हें जब परमेश्वर का प्रकाशन मिला तब തൻ്റെ ഭാഗത്തുനിന്ന് താൻ തന്നെ സബ്മിറ്റ് ചെയ്തതാണ് ദാസനായിട്ട് സബ്മിറ്റ് ചെയ്യുകയാണ്. उन्होंने अपने ही तौर से, अपने ही तरफ से अपने आप को समर्पण किया कि वो परमेश्वर के दास हैं। അതുകൊണ്ടാണ് താഴോട്ടുള്ള വാക്യത്തിൽ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, എന്നിട്ട് നമുക്ക് വേണ്ടി കാൽവരിയിൽ ചൊരിഞ്ഞ രക്തത്തെ സംബന്ധിച്ച് നമ്മളെ വിലക്ക് വാങ്ങിയ ആ യേശുവിന്റെ സ്നേഹത്തെ ഓർത്തിട്ട് താൻ തന്നെ ദാസനായി യേശുവിന് വേണ്ടി വിൽക്കപ്പെടുകയാണ്. इसलिए वो कहते हैं कि वो शरीर के भाव से तो दाऊद के वंश से उत्पन्न हुए और परमेश्वर के रक्त से उन्हें खरीदा गया और उन्हें लिया गया. പഴയ നിയമത്തിൽ നാട്ടു നിയമം അനുസരിച്ച് പൈസയുള്ളവൻ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കുന്നത് പോലെ നല്ല വ്യക്തികളെ നോക്കി ദാസന്മാരായി വിലയ്ക്ക് വാങ്ങുന്ന രീതിയല്ല, മറിച്ച് യേശു നമ്മളോട് കാണിച്ച സ്നേഹത്തെ അകത്ത് നമുക്ക് ഉരുത്തിരിയുമ്പോൾ, ആ ഉരുത്തിരിഞ്ഞ് നിറഞ്ഞു കഴിയുമ്പോൾ നാം യേശുവിന് വേണ്ടി കൊടുക്കുന്നതാണ് ദാസൻ എന്ന ആ രൂപം. पुराने नियम में जिस तरह वो जहाँ पर जाकर मार्केट में जाकर वो अच्छे दिखने वाले लोगों को अपना दास नौकर बनाकर वो लेकर आते थे, वैसा नहीं नए नियम में परमेश्वर जहाँ पर अपने रक्त को बहाकर वो हम दासत्व के उस एक भाव में परमेश्वर के सामने अपने आप को सौंपते हैं कि मैं परमेश्वर का दास। അതുകൊണ്ട് പൗലോസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം യേശുവിന്റെ ദാസൻ എന്ന് വിളിക്കുന്നതാ. इसलिए पौलुस को सबसे ज्यादा पसंद वो यीशु के दास कहलवाना है.
തന്നെ അപ്പോസ്തോലൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ തനിക്ക് കേൾക്കാൻ ഇഷ്ടം യേശുവിൻ്റെ ദാസൻ. वो अपने आप को एक प्रेरित कहलवाए, उससे भी कई ज्यादा उन्हें पसंद है कि वो एक दास कहलवाए. ഇന്ന് നമ്മൾ എന്നെ ഒന്ന് വിളിച്ചു നോക്കണം. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ ദാസൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുച്ഛമല്ലേ? आज के ज़माने में हम अगर परमेश्वर के दास कहकर अगर हम किसी से कहे तो कभी वो तुच्छ जानते हैं. ഇന്ന് നമ്മുടെ നടുവിൽ റെവറൻഡ്, ഡോക്ടർ, പാസ്റ്റർ, ബിഷപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുന്നതിൽ എന്തോ ഒരു പുച്ഛക്കേട് തോന്നുന്ന ഒരു മനോഭാവം. आज के ज़माने में हम दूसरे सारे नाम क्रिया देते हैं उन्हें, कभी रेवरेंड, डॉक्टर और बहुत सारे ऐसे नाम देते हैं, लेकिन परमेश्वर के एक दास एक केवल कहने के लिए बहुत उसे तुच्छ जाना जाता ഇന്ന് है. നമുക്ക് ഒരു BGM ഒക്കെ കൊടുത്ത് ഒരു ഗുമ്മൊക്കെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ പറയുക, ഇന്ന് നമ്മുടെ നടുവിൽ അഭിഷക്തൻ വന്നിട്ടുണ്ട്. और अगर किसी का हम इंट्रोडक्शन को इस कलीसिया में करते हैं तभी भी यही कहते हैं कि हमारे बीच में एक बड़े एक परमेश्वर के एक पुरोहित आए हैं. ഇന്ന് നമ്മുടെ കേരളത്തിന്റെ അപ്പോസ്തോലൻ വന്നിട്ടുണ്ട്. या फिर बोलेंगे कि केरल के एक बड़े एक प्रेरित यहाँ पर आए हैं. ഇപ്പം കൂടുതൽ കാണുന്ന പ്രോഫറ്റ് വന്നിട്ടുണ്ട്. और ज्यादातर आजकल ये सुनने में आया है कि भविष्य वक्ता आया है. അത് ചിലർ ഇപ്പം അതും കഴിഞ്ഞ് ഇപ്പം ഡാഡി എന്നായി മാറി. और वो भी छोड़कर अभी डैडी बुलाना बहुत ही कॉमन हो गया है. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയും, ഞാൻ അപ്പോസ്തലൻ എന്ന പേരിനേക്കാൾ എനിക്ക് താല്പര്യം യേശുവിന്റെ ദാസൻ എന്ന് यहाँ पौलुस വിളിക്കുന്നത്. कहते हैं कि मुझे प्रेरित कहलवाने से भी ज्यादा मुझे दास कहलवाना पसंद है. അത് അപ്പോസ്തലൻ ആയത് കർത്താവ് എന്നെ വേർതിരിച്ച് വിളിച്ച് ആ ശുശ്രൂഷ ഏൽപ്പിച്ചതാ. और मैं प्रेरित बना क्योंकि परमेश्वर ने मुझे बुलाया, मुझे चुना और मुझे अलग किया, इसीलिए मैं बना. അത് എന്റെ ശുശ്രൂഷയാ. वो मेरी सेवकाई है. പക്ഷെ ഞാൻ കർത്താവുമായി ബന്ധപ്പെട്ടാൽ ഞാൻ ദാസനാണ്. लेकिन परमेश्वर के कनेक्शन में, परमेश्वर के हित के अनुसार मैं केवल उनका दास हूँ. നോക്കിയേ, പഴയ നിയമത്തിലും ഇത് തന്നെയായിരുന്നു. पुराने नियम में भी यही था. നിന്റെ പൃഥുഭവനത്തെയും ദേശത്തെയും വിട്ട് ചാർച്ചക്കാരൻ വിട്ട് ഇറങ്ങിത്തിരിക്കണമെന്ന് അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അബ്രഹാം അവിടെ തന്നെ ദാസനായിട്ടാണ് ഏൽപ്പിക്കപ്പെടുന്നത്. जब अपने जगह को, अपने लोगों को और अपने सारे चीजों को छोड़कर बाहर निकलने के लिए इब्राहिम को परमेश्वर यहोवा ने कहा तो वो एक दास बनकर उनकी आज्ञा माने. ഹോരേ പർവ്വതത്തിൽ വെച്ച് മോശയെ വിളിക്കുമ്പോഴും മോശെ വിളിച്ചത് ദൈവത്തിന്റെ ദാസനായിട്ട് ഇസ്രായേലിന്റെ നടുവിലേക്ക് ഒരു ലീഡർഷിപ്പിലേക്ക് ഇറക്കി വിടുകയാണ്. होरेब के उस पर्वत पर भी जब मूसा को बुलाया गया तभी मूसा ने भी अपने आप को समर्पण करके एक दास बनकर उन्होंने जो आज्ञा कहा गया उसे पालन किया. ഇവിടെയും പൗലോസ് പറയാ, എന്നെ ഈ സുവിശേഷത്തിനായിട്ട് വേർതിരിച്ച് വിളിച്ച് അപ്പോസ്തലനാക്കി മാറ്റിയെങ്കിലും ഞാൻ ക്രിസ്തുവിന്റെ ദാസനാണ്. पौलुस यहाँ पर कहते हैं कि मुझे इस सुसमाचार के कारण मुझे एक प्रेरित चुनाया और मुझे प्रेरित बनाया, लेकिन फिर भी मैं परमेश्वर का दास हूँ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ദമസ്കോസിന്റെ പടിവാതിൽക്കലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് ഒരു എൻകൗണ്ടർ നടക്കുകയാണ്. इसलिए ही पौलुस जब दमस्कस के उस राह में, उस दरवाजे के करीब उन्हें परमेश्वर से एक मिलन हुआ. ഇത് ഞാൻ തെരഞ്ഞെടുത്തതല്ല, അവൻ എന്നെ वो തെരഞ്ഞെടുത്തു. मैंने चुना नहीं, लेकिन परमेश्वर ने मुझे चुना. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, മറിച്ച് ഞാൻ നിങ്ങളെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തിരിക്കുകയാണ്. 15वें अध्याय में हम पढ़ते हैं कि तुमने मुझे नहीं चुना, लेकिन मैंने तुम्हें चुना. നമ്മളെയും ദൈവം തെരഞ്ഞെടുത്തതാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? मुझे परमेश्वर ने चुना, ऐसे कितने लोग कह सकते हैं? പാപത്തിന്റെ പടിക്കുഴിയിൽ ചേറ്റിൽ നമ്മൾ കിടന്നപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ തേടി വന്ന് മാടി വിളിച്ച് വേർതിരിച്ച് വേർതിരിച്ച് നമ്മളെ വിശുദ്ധീകരിച്ച് നീതീകരിച്ച് ദൈവം നമ്മളെ ദാസനാക്കി മാറ്റിയിരിക്കുകയാണ്. हम जिस पाप के गड्ढे में खड़े पड़े थे वहां से हमें बाहर निकालकर हमें प्यार से हमें चुना, हमें परमेश्वर ने पवित्र और निष्कलंक बनाकर परमेश्वर के एक पुत्र और पुत्री बनाकर हमें एक दास बनाया. ആ സ്നേഹം തിരിച്ചറിഞ്ഞിട്ട് ഞാൻ തീരുമാനമെടുക്കുക, ഇന്നു മുതൽ കർത്താവേ ഞാൻ അങ്ങയുടെ ദാസനാണ്. उस प्रेम को जानकर पहचान कर मैं आज निर्णय लेता हूं कि मैं परमेश्वर का दास बनूंगा. അങ്ങയുടെ വഴികളിൽ മാത്രം ഞാൻ വേർതിരിക്കപ്പെട്ട് നടക്കപ്പെടും. ഞാൻ നടക്കുവാൻ എന്നെ തീരുമാനമെടുക്കുക. आपके ही राह पर मैं आज से चलूंगा, मैं वो चलना चाहता हूं, ऐसे मैं कहूंगा. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അതിൽ ഞാൻ മാത്രമല്ല വേർതിരിച്ച് വിളിക്കപ്പെട്ടത്, അതിനകത്ത് നിങ്ങളുമുണ്ട്. इसलिए पौलुस कहते हैं केवल मैं ही नहीं बुलाया गया हूं, तुम आपको सभी
को बुलाया गया है അതിനകത്ത് റോമിലെ ദൈവത്തിന് പ്രിയരായ ദൈവമക്കളെ നിങ്ങളും അതിനകത്തുണ്ട്. और वहां पर रोम के सारे जनों जो परमेश्वर के प्रिय जो जन है उन सभी को बुलाया गया है അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ വിശുദ്ധരായി വിളിക്കപ്പെട്ടിരിക്കുന്നു. इसलिए कहा गया है कि आपको पवित्र पवित्र करके बुलाया गया है രണ്ട് വാക്യങ്ങൾ വിളിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. दो जगह पर हम बुलावट के बारे में 7-ാം വാക്യത്തിൽ പറയുന്നു, നമ്മൾ അവരിൽ യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെട്ടിരിക്കുന്നു. पहला ये कि आपको यीशु परमेश्वर के प्यारे आपको बुलाया गया है. അതുകൊണ്ട് ഈ റോമാലേഖനം നമുക്ക് റോമിലുള്ളവർക്ക് മാത്രമല്ല, ഇത് ആർക്കും ഉള്ളതാ ഒന്ന് പറഞ്ഞേ. ഈ റോമാലേഖനം എനിക്കുള്ളതാ, इसलिए ये നമുക്കുള്ളതാ. रोमियो की पत्री केवल रोम के लोगों के लिए नहीं, हमारे लिए आपके लिए भी. യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തർക്കും ഉള്ളതാണ് ഈ റോമാലേഖനത്തിന്റെ ഓരോ വാക്യങ്ങളും. परमेश्वर के नाम से जिन्हें बुलाया गया है सभी के लिए है ये रोमियो की पत्री के हर एक वचन. ഇനി 3-ാം വാക്യത്തിനകത്ത് പറയുന്നു, വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് എല്ലാവർക്കും എഴുതുന്നത്. और तीसरे वचन में हम पढ़ते हैं कि जिन्हें बुलाया गया है उन सभी के लिए, उन सारे पवित्र जनों के लिए. ഒന്ന് ചിന്തിച്ചേ, വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ വിശുദ്ധനായിട്ടാണോ കർത്താവ് നമ്മളെ വിളിച്ചത്? जब हम कहते हैं कि पवित्र लोग सभी पवित्र ही नहीं थे पहले से. ആണോ? നമ്മളെല്ലാം വിശുദ്ധനായിട്ടാണോ കർത്താവ് നമ്മളെ വിളിച്ചത്? हम पहले से ही पवित्र होने के बाद क्या यीशु ने हमें बुलाया? വിളിച്ചതിന് ശേഷം നമ്മളെ ദൈവം എന്ത് ചെയ്യുക? വിശുദ്ധീകരിക്കുകയായിരുന്നു. हमें बुलाने के बाद परमेश्वर ने हमें पवित्र किया. ആ വാക്യത്തിന് ഒന്നുകൂടെ ക്ലാരിറ്റി വരണമെങ്കിൽ 8-ാം അധ്യായം ഏറ്റവും ഒടുവിലത്തെ വാക്യം നമ്മളൊന്ന് വായിക്കണം. उसमें ज्यादा अगर हमें समझना है तो उसके 8वें अध्याय के अंतिम वचनों को यदि हम पढ़े तो. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ, കാര്യമായിട്ട് ഇത് ശ്രദ്ധിക്കണേ. ഇത് ഉറക്കം വരുന്നെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് അങ്ങ് നിന്നാൽ മതി. എൻ്റെ കൂടെ അങ്ങ് എഴുന്നേറ്റ് നിങ്ങൾ നിന്നാൽ മതി ആ സ്ഥലത്ത്. सब लोग ध्यान से इन बातों को सुने. यदि आपको नींद आ रहा हो तो आप मेरे साथ खड़े हो जाए. ഇത് നിങ്ങൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ രക്ഷിക്കപ്പെട്ട എന്തിനാണെന്ന്, നമ്മളെ വിളിച്ച എന്തിനാണെന്ന് ഇത് തിരിച്ചറിയണം. റോമാലേഖനം ശരിക്കും പഠിക്കേണ്ട ഒരു അധ്യായമാണ് റോമാലേഖനം. പ്രത്യേകിച്ച് നമ്മൾ വിശ്വാസികൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. रोमियो की पत्री खास करके जिन्होंने उद्धार पाया सभी को इन वचनों को जानना समझना जरूरी है. അവിടെ എങ്ങനെ പറയുന്നു, മുൻ നിയമിച്ചവരെ തിരഞ്ഞെടുക്കുകയും തിരഞ്ഞെടുക്കവരെ ഹല്ലേലൂയ നീതീകരിക്കുകയും നീതീകരിച്ചവരെ എന്ത് ചെയ്യുന്നു, തേജസ്കരിച്ചുമിരിക്കുന്നു. 29-ാം വാക്യമാണ് തോന്നില്ലേ, 30-ാമത്തെ വാക്യം, 30-ാമത്തെ വാക്യം അതൊന്ന് വായിക്കാമോ? 30वां वचन. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. നീതീകരിച്ചവരെ എന്ത് ചെയ്യുന്നു, തേജസ്കരിച്ചിരിക്കുന്നു. जिन्हें बुलाया उन्हें धर्मी ठहराया. അതുകൊണ്ട് ഈ വാക്കിനകത്ത് 2 കാര്യങ്ങളുണ്ട്. और वहां हम 2 बातों को देखते हैं. ഒന്ന്, നമ്മളെ വിളിച്ച് വേർതിരിച്ച് വിളിച്ച് നമ്മളെ എന്ത് ചെയ്തു, വിശുദ്ധീകരിച്ചിരിക്കുക. सबसे पहले हमें बुलाया, चुना और हमें पवित्र किया. ഇനി നാം നടക്കേണ്ടത് വിശുദ്ധിയിലായിരിക്കണം. और फिर हमें चलना है पवित्रता में. അതുകൊണ്ട് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും എന്ത് ചെയ്യണം, വിശുദ്ധരായിരിപ്പീൻ. इसलिए प्रेरितों के काम में हम पढ़ते हैं, जैसे मैं पवित्र हूं वैसे आप भी पवित्र रहे. അപ്പോൾ നമ്മളെ പാപത്തിൽ നിന്ന് മുൻ നിയമിച്ചവരെ തിരഞ്ഞെടുക്കുകയും തിരഞ്ഞെടുത്തവരെ നീതീകരിക്കുകയും നീതീകരിച്ചവരെ എന്ത് ചെയ്തു, തേജസ്കരിച്ചുമിരുന്ന് നമ്മളെ വിശുദ്ധ ഗണമാക്കി മാറ്റിയത് ഇനിയും പഴയ വഴിയിലേക്ക് പോകാനല്ല, കർത്താവിൽ വിശുദ്ധിയോടെ നടക്കാനാ. इसलिए हम जब पाप में थे तभी हमें चुना, हमें पवित्रता में लेकर आए, हमें बुलाया गया, हमें धर्मी ठहराया और धर्मी ठहराने के बाद हमें महिमा भी दी. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഒരു മഹത്വം കൊടുത്താട്ടെ. समझ पा रहे हैं आप? എന്നെ വിളിച്ചത് അഴുക്ക് ചാലിലേക്ക് പോകാനല്ല, കർത്താവിനെ പോലെ വിശുദ്ധരാകാനാ. मुझे बुलाया है मैं गंदगी में वापस लौट कर जाने के लिए नहीं, लेकिन यीशु के जैसे पवित्र बनने के लिए है. അതിനു വേണ്ടിയിട്ടാണ് പൗലോസ് പറയുന്നത്, വിശ്വാസത്തിന്റെ അനുസരണം വരേണ്ടതിന് കൃപയും അപ്പോസ്തോലത്വവും ഞാൻ പ്രാപിച്ചത്. इसलिए पौलुस कहते हैं कि मुझे कृपा और प्रेरिताई दी गई है. എന്തിനാ ദൈവം എനിക്ക് കൃപ തന്നത്? क्यों मुझे अनुग्रह दी? ഒന്ന് പറഞ്ഞേ, എന്തിനാ ദൈവം എനിക്ക് കൃപ തന്നേ? क्यों मुझे अनुग्रह दी? എന്തിനാ കൃപ തന്നേ? പറഞ്ഞേ. വിശുദ്ധിയിൽ നടക്കാനാ, पवित्रताई में चलने के लिए है. എന്തിനീ അപ്പോസ്തോലത്വം ശുശ്രൂഷകളൊക്കെ നിനക്ക് തന്നിരിക്കുന്നത്? प्रेरिताई वो जो सेवकाई क्यों दी गई है? നിന്നെയും നിന്റെ പ്രസംഗത്തെ കേൾക്കുന്നവരെയും വിശുദ്ധിയിലേക്ക് നയിക്കാനാ. मुझे आपको और आपके भाषण, आपके प्रचार को सुनने वाले लोगों को
पवित्रता में ഈ लेकर जाना। കോണ്ടസ്റ്റ് മനസ്സിലാക്കാതെ നമ്മൾ 6-ാം അധ്യായത്തിലേക്ക് ജമ്പ് ചെയ്ത് പഠിച്ചാലുണ്ടല്ലോ നമ്മൾ വേണ്ടാത്ത ദുരുപദേശം എല്ലാം പറയും. ये सब कुछ पहले अध्याय की बातें समझे बगैर हम के सीधा 6ठे अध्याय में पहुंचे तो हम जो बेवकूफी बहुत कुछ कहेंगे. നമ്മൾ പറയുന്നത് എന്താ? പാപം പെരുകിയെടുത്ത് കൃപയും അധികമായി പെരുകി. हम ये सुनते हैं ज्यादातर कि जहां पर पाप बढ़ा वहां पर कृपा भी बढ़ा. ഇപ്പോഴത്തെ നൂതന ഉപദേശങ്ങളിൽ വരുന്നത് എന്താണ്? നീ രക്ഷിക്കപ്പെട്ട് മാനസപ്പെട്ട് നിനക്ക് കൃപ വന്നു കഴിഞ്ഞാൽ നിനക്ക് എന്തും ചെയ്യാം, കൃപ നിന്നെ പൊതിഞ്ഞോളും. और आज के इस युग में हम ज्यादा सुनते आए हैं कि आपने यदि उद्धार पाया, बपतिस्मा लिया है, आप जितना भी पाप करो उसमें जितना पाप करो उतना ही कृपा बढ़ता जाएगा. आपको എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ആദ്യമേ അത് ക്ലിയർ ആക്കുക. ഈ കൃപ അധികമായി നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നിനക്ക് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല, മറിച്ച് ഞാൻ വിശുദ്ധീകരിച്ചത് കൊണ്ട് ആ വിശുദ്ധിയിൽ നടക്കാൻ ഞാൻ നിനക്ക് ഈ കൃപ തരികയാണ്. और लेकिन पौलुस पहले अध्याय में उसे क्लियर करते हैं कि आपको पुकारा गया है आपको पवित्रता में चलने के लिए. आप पवित्रता से आप आगे धर्मी बनते जाएं. അതുകൊണ്ടാണ് പൗലോസ് കൂടെ കൂടെ പറഞ്ഞത് കൃപമേൽ കൃപ എനിക്ക് വർദ്ധിച്ചു വരണം. इसलिए पौलुस निरंतर यही कहते हैं कि मुझे कृपा के ऊपर कृपा चाहिए. പൗലോസ് പ്രാർത്ഥിച്ചത് ഞാൻ കൈവെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകണമെന്നല്ല പ്രാർത്ഥിച്ചത്. पौलुस ने ये प्रार्थना नहीं कि मैं जब हाथ रखूं तभी रोगियों को चंगाई मिले. ഞാൻ റുമാൽ കൊണ്ടിടുമ്പോഴത്തേക്ക് രോഗികൾ സൗഖ്യമാകണം, ഭൂതങ്ങൾ പുറത്താകണം, എന്റെ ശുശ്രൂഷ വളരണമെന്നല്ല പൗലോസ് പ്രാർത്ഥിച്ചത്. पौलुस ने ये प्रार्थना नहीं किया जब मेरे रुमाल को वो लोग छुएंगे तो उन्हें चंगाई मिले, या फिर मेरे प्रार्थना से बहुत लोगों को चमत्कार हो. പൗലോസ് പറയുന്നത് എനിക്ക് കൃപ അധികമായി വർദ്ധിച്ചു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. मुझे और अनुग्रह चाहिए. ഇന്ന് പകൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരേ വിഷയം, കർത്താവേ, അപ്പാ, പിതാവേ, എന്നെ വിളിച്ചു വേർതിരിച്ചു വിശുദ്ധനാക്കി മാറ്റിയിരിക്കുന്നത് അങ്ങയുടെ കൃപ അധികമായി എനിക്ക് തരണമേ. आज हमें प्रार्थना करना है, परमेश्वर मुझे चुना, मुझे अलग रखा है ताकि मैं और कृपा में आगे बढ़ूं. ഈ പാപലോകത്തിൽ വിശുദ്ധിയോട് ജീവിക്കുവാനുള്ള ദൈവ കൃപ അധികമായി പകരപ്പെടണമേ. पाप की दुनिया में मैं और भी कृपा और पवित्रता के साथ जीने के लिए मुझे कृपा और भी आप दीजिए परमेश्वर. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം നമ്മളെ എന്തിനാ ദൈവം രക്ഷപ്പെടുത്തിയത്, രക്ഷിക്കപ്പെട്ടത് എന്തിനാണ് ദൈവം ഈ കൃപയിലാക്കിയത്. इसलिए हमें ये पहचानना जरूरी है कि हमें परमेश्वर ने क्यों उद्धार में लेकर आए और हम क्यों बचाकर वो लेकर आए. അപ്പോൾ ദൈവം നമ്മളെ മുൻ നിയമിച്ച് തിരഞ്ഞെടുത്തത് തേജസ്കരിച്ചത് ഈ വിശുദ്ധിയിൽ നടക്കാനാണ്. इसलिए परमेश्वर ने हमें पहले से बुलाया ताकि हम इस महिमा में आगे बढ़े. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം, 3-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം. तीसरा वचन हम एक और बार पढ़ेंगे. പൗലോസ് റോമയിൽ ദൈവത്തിനും പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. അപ്പൊ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായ എല്ലാവർക്കും ഇത് എഴുതുകയാണ്. यहाँ पर हम पढ़ते हैं कि जिन्हें बुलाया गया उन सारे पवित्र जनों के लिए ये लिखा गया है. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന്റെ അർത്ഥം നമ്മൾ വിശുദ്ധനായതുകൊണ്ട് ദൈവം നമ്മളെ വിളിച്ചതല്ല, നമ്മളെ വിശുദ്ധീകരിച്ചതാണ്. इसका अर्थ ये है कि हम पवित्र थे इसलिए नहीं बुलाया, बल्कि हमें बुलाने के बाद हमें पवित्रता की ओर लेकर जा रहे हैं. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ പൗലോസ് സ്വീകരിക്കുന്നുണ്ട്. इसलिए दो बातों को पौलुस स्वीकार करते हैं. ഒന്ന്, ഹല്ലേൽ കൃപ പൗലോസ് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ട്. पहला ये कि वो अनुग्रह परमेश्वर से स्वीकार करते हैं. രണ്ട്, അപ്പോസ്തലഷിപ്പ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നുണ്ട്. और प्रेरिताई को भी वो स्वीकार करते हैं. അങ്ങനെയല്ലേ പൗലോസ് പറയുന്നത്? ഏറ്റവും ഒടുവിലത്തെ വാക്യം, കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത് എന്തിനു വേണ്ടിയിട്ടാ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ പറയുന്നത് രണ്ട് കാര്യങ്ങൾ. ഏതൊക്കെയാ? ഒന്ന് പറഞ്ഞേ. കൃപയും അപ്പോസ്തലത്വം. अनुग्रह और प्रेरिताई 5वें वचन में. തലയെ കൈവച്ച് എത്ര ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ആലോചനയും കൂടെ അങ്ങ് പറഞ്ഞു പോവാ കേട്ടോ. നമ്മൾ പറയത്ത് ദൈവം എന്നോട് ഒത്തിരി ആലോചന പറഞ്ഞിട്ടുണ്ട്, വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് നടക്കുന്നില്ല? हम ज्यादातर यही कहते हैं कि परमेश्वर ने मुझसे बहुत वायदे किए लेकिन कोई कुछ हो नहीं रहा. നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ആ വാഗ്ദത്തത്തിലേക്ക് നടത്താൻ, ആ വാഗ്ദത്തത്തിന്റെ വഴിയിലൂടെ എന്നെ എത്തിച്ച് അവിടെ കൊണ്ടെത്തിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. मैं उस वायदे तक पहुंचने के लिए परमेश्वर की अनुग्रह मेरे लिए जरूरी है. ചിലർ ബിന്ദാസ, ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി പ്രാർത്ഥിക്കുക പോലും ചെയ്യണ്ട, ഒന്നും ആവശ്യമില്ല, ദൈവം പറഞ്ഞതല്ലേ, ദൈവം അങ്ങ് നിവർത്തിച്ചു. അങ്ങനൊന്നും ദൈവത്തിന്റെ ഉടമ്പടിക്കകത്തില്ല. ज्यादातर लोग ये कहते हैं कि परमेश्वर ने कहा है तो वो कर लेंगे, मैं किसी भी रास्ते से चलूं चलेगा. നീ ആ കൃപയിൽ നടന്നെങ്കിൽ മാത്രമേ ദൈവം പറഞ്ഞ വാഗ്ദത്തം പൂർത്തീകരിക്കത്തുള്ളൂ. आप यदि उस अनुग्रह में आगे बढ़ोगे तो ही परमेश्वर के वायदे आपकी जिंदगी में पूरा होंगे. വിളിച്ചത് അപ്പോസ്തലനായിട്ടാണെങ്കിലും
यदि आपको बुलाया है प्रेरित बनकर, ആ അപ്പോസ്തലത്തിന്റെ ശുശ്രൂഷ നിന്നിലൂടെ വെളിപ്പെടണമെങ്കിൽ എന്റെ കൃപ നിന്നോട് കൂടി ഇരുന്നേ പറ്റൂ. लेकिन वो प्रेरिताई की सेवकाई आप में से बढ़नी है, दिखनी है, तो आप उस अनुग्रह में बढ़ोगे तो ही. എന്റെ കൃപ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ यदि मेरा अनुग्रह तुम्हारे साथ है तो നിന്നെ ശരീരത്തിൽ വിട്ടുമാറാത്ത എത്രയെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. आपके शरीर में चाहे कितनी भी परेशानी, दर्द, दुख हो, वो नहीं जा रहा है, ऐसा आप परेशान हो तो നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം രോഗങ്ങൾ നേരിട്ടാലും നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. आपकी जिंदगी में कितना भी रोग आपके शरीर में आप अनुभव कर रहे हो तो भी, നിന്റെ ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടാലും നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. आप अपनी जिंदगी में अकेलापन महसूस कर रहे हो तो ഈ भी, കൃപ നിന്നെ പൊതിയാനിടയായിത്തീരും. ये अनुग्रह आपको संभाले അത് रखेगा. നീ പത്മോസ് ദ്വീപിൽ കടന്നാലും ഈ കൃപ നിന്നെ പൊതിയും. वो आप पद्मोस द्वीप में हो तो भी वो कृपा आपको संभाले रखेगी. അവിടെ വെച്ച് നിന്നെ കൊണ്ട് ദൈവം റെവലേഷൻ എഴുതിപ്പിക്കും. वहां पर भी आपसे प्रकाशित वाक्य परमेश्वर लिखवाएंगे. നീ കാരാഗൃഹത്തിന്റെ അടിത്തട്ടിൽ പോയി കിടന്നാലും കൃപ നിന്നെ പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പുറത്തു വന്നിരിക്കും. आप उस बंदी गृह के सबसे निचले तौर पर पड़े हो तो भी वहां पर परमेश्वर आपसे नए पत्र लिखवाएंगे. ഇന്ന് പകൽ നാം പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ വിടുതലിനേക്കാൾ ഉപരി ആ വിടുതലിന്റെ മേൽ വ്യാപരിക്കുന്ന കൃപ എനിക്ക് വേണം. आपको आज प्रार्थना करना है, परमेश्वर मेरे छुटकारा से बढ़कर मुझे अब उस अनुग्रह को और भी चाहिए. അല്ലെ പൊത്തിഫേറിന്റെ ഭവനത്തിൽ വെച്ച് വ്യത്യസ്തനാക്കുന്ന ദൈവത്തിന്റെ കൃപയാ. पोतीफर के घर में अलग एक व्यक्ति बनाया, वो उनको अनुग्रह था. അതേ परमेश्वर का. വ്യക്തി കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും നിന്നെ വ്യത്യസ്തനാക്കുന്നത് കൃപയാ. उसी तरह बंदी गृह में पड़े थे तभी भी उन्हें कृपा ने ही अलग रखा. വെളിപ്പാടിന്റെ ശുശ്രൂഷയല്ല നിന്നെ വ്യത്യസ്തനാക്കുന്നത്. आप जो दर्शन प्रकाशन देखते हो वो नहीं आपको अलग रखता है. പ്രവചനമല്ല നിന്നെ വ്യത്യസ്തനാക്കുന്നത്. भविष्यवाणी आपको व्यत्यस्त नहीं बनाता. അപ്പോസ്തലൻഷിപ്പ് അല്ല നിന്നെ വ്യത്യസ്തനാക്കി മാറ്റുന്നത്. प्रेरिताई नहीं आपको अलग बनाता ആ है. ശുശ്രൂഷ എല്ലാം ഉണ്ടെങ്കിലും അതിന്റെ മേൽ വ്യാപരിക്കുന്ന കൃപയാണ് നിന്നെ വ്യത്യസ്തനാക്കി മാറ്റുന്നത്. वो सेवकाई सब आप में है तो भी परमेश्वर की अनुग्रह ही आपको एक अलग व्यक्ति बनाता है. യോസേഫേ നീ ദർശനം കാണുന്നതൊക്കെ ശരിയാണ്. हे यूसुफ आप जो दर्शन देख रहे हो वो सब सही है, പക്ഷെ എന്റെ കൃപ നിന്നോട് കൂടെ ഇല്ലെങ്കിൽ लेकिन मेरा अनुग्रह यदि तेरे साथ नहीं तो നീ എന്തെല്ലാം ദർശനം കണ്ടോണ്ടിരുന്നാലും നീ 14 വർഷമായാലും കുണ്ടറെ തന്നെ കിടക്കത്തുള്ളൂ. कितना भी दर्शन तुम देखते रहो, तुम 14 साल वहीं पर पड़े रहोगे. ആ बंदी गृह में. ദർശനത്തിന്റെ ശക്തി നിന്നിലൂടെ വെളിപ്പെട്ട് നിനക്ക് അനുഗ്രഹമായി മാറണമെങ്കിൽ എന്റെ കൃപ നിന്നോട് കൂടെ ഇരുന്നേ वो പറ്റൂ. दर्शन की सामर्थ वो उसे आप रियलिटी में देखना चाहते हो तो मेरा अनुग्रह तुम्हारे साथ आना जरूरी है. അപ്പോൾ വാഗ്ദത്തത്തെ തിരിച്ചറിയുന്നതിനേക്കാൾ ഉപരി വാഗ്ദത്തത്തിന്റെ മേൽ വ്യാപരിക്കുന്ന കൃപയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങൾ ജീവനം ആഗ്രഹിക്കണം. इसलिए वायदा पूर्ण हो ऐसे आग्रह करने से उससे बढ़कर परमेश्वर आपकी अनुग्रह मेरे वायदे के साथ रहने के लिए हम प्रार्थना करेंगे. അതുകൊണ്ട് എന്റെ ശുശ്രൂഷ കൃപയിൽ പൊതിഞ്ഞതായി തീരട്ടെ. इसलिए मेरी सेवकाई कृपा से पूरी तरह गाड़े അത് जाए അധികമായി കൃപ നമ്മുടെ മേൽ വ്യാപരിക്കണമെങ്കിൽ और ज्यादा अधिक मेरे में अनुग्रह रहना है तो അനുദിനം ഞാൻ ക്രിസ്തുവിന്റെ ദാസനായി മാറണം. मैं दिन प्रतिदिन परमेश्वर के दास बनकर और भी अधीन बनना मुझे जरूरी है. അതിന്റെ വിവിധ ഡൈമെൻഷനിൽ നിന്നുകൊണ്ടാണ് വിവിധ ലേഖനങ്ങൾ പൗലോസ് പിന്നീട് എഴുതുന്നത്. उसके विभिन्न स्तर में रहकर ही उसको अलग तरह समझाने की कोशिश विभिन्न पत्रों में पौलुस कोशिश कर रहे हैं. ദൈവത്തിന്റെ ദാസന്മാർ ആയ ആ പൗലോസ് ഒരിക്കലും അടുത്തിരിക്കുന്ന സഹോദരനെ ഹല്ലേലൂയ നിന്ദിക്കത്തില്ല, തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണുവാനിടയായി തീരും. परमेश्वर के दास जो पौलुस थे वो कभी भी उनके पास में बैठे हुए व्यक्ति को उसे कभी निंदा नहीं करेंगे, उन्हें अपने से भी बढ़कर ही ഞാൻ जानेंगे. അപ്പോസ്തലനാണെന്ന് പറഞ്ഞ് കോളറും വെച്ച് ഹല്ലേലൂയ കാലുമേ കാല് വെച്ച് ഇവിടെ ഇരിക്കത്തില്ല. പൗലോസ് ഇറങ്ങി ആൾക്കാരെ ശുശ്രൂഷിക്കാൻ തുടങ്ങും. കാരണം അവനറിയാം ഇത് അപ്പോസ്തലഷിപ്പ് അല്ല എന്നെ വിളിച്ചത്, ദൈവത്തിന്റെ ദാസനായിട്ടാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. मैं प्रेरित हूं करके कॉलर को ऊपर कर मैं किसी से बात नहीं करूंगा, सब मुझसे आके बात करे ऐसा कहेंगे तो वो वहीं पर ही रहेगा, क्योंकि उन्हें प्रेरित बनकर नहीं लेकिन दास बनकर बुलाया गया था. ദൈവം തന്ന നന്മ ആയിരിക്കരുത് നിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ്, ദൈവത്തിന്റെ കൃപയായിരിക്കണം നിന്നെ മുമ്പിൽ ചലിക്കേണ്ടത്. परमेश्वर ने जो आशीष दी वो नहीं आपका ड्राइविंग फोर्स बने, लेकिन परमेश्वर का अनुग्रह आपको आगे बढ़ाए. കുറെയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം നമുക്ക് ജോലി തരും. हम थोड़ा कुछ प्रार्थना करेंगे तो परमेश्वर हमें नौकरी देंगे. ദൈവം മറ്റുള്ളവരെക്കാൾ ഒരുപക്ഷെ നിനക്ക് നല്ല വീടും കാറും ഒക്കെ തന്നിരിക്കാം. दूसरों से बढ़कर आपको अच्छा
गाड़ी या फिर आपको अच्छा घर दिया जाएगा, നിന്റെ സ്ഥിതി മാറുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറിപ്പോകരുത്. आपकी जो स्थिति जो भी परिस्थिति है वो बदलेगी, तो आपकी सोच ना നീ बदलना ആരെന്ന് മറന്നു പോകരുത്. पड़ेगा। आप क्या थे, आप क्या है, वो आप ना भूले। നിന്റെ വീടായിരിക്കരുത്, ധനമായിരിക്കരുത് നിന്നെ നടത്തേണ്ടത്. आपका घर या फिर आपका धन नहीं आपको चलाने पाए। അനുദിനം നീ മനസ്സിലാക്കണം, ഞാൻ ക്രിസ്തുവിന്റെ ദാസനാണ്, ഞാൻ താഴ്മപ്പെടേണ്ടവനാണ്. आप दिन प्रतिदिन ये याद रखें, मैं यीशु का दास हूँ और मैं उसी तरह हम्बल रहूंगा, अधीन रहूंगा। നമ്മൾ ഈ ലോകത്തിന്റെ പ്രൈഡിൽ അങ്ങനെ പോയി കഴിയുമ്പോൾ ഈ കപ്പലിന് ഛേദം വരും. हम जब इस दुनिया के घमंड में आगे बढ़ेंगे तो हमारा नाव शायद टूट सकता है। അങ്ങനെ കൃപ വിട്ട് അലഞ്ഞുപോയ വീടുപോയ ഒത്തിരി വിശുദ്ധന്മാരെ കുറിച്ച് ഈ ബൈബിളിനകത്ത് പറയുന്നുണ്ട്. इसी तरह अनुग्रहों से बहुत सारे लोग हट गए, गिर गए, उनके अनुभवों को हम वचन में पढ़ते हैं। അഹങ്കാരം വന്നിട്ട് ഈ കൃപയിൽ നിന്ന് വീണുപോയ ഒത്തിരി ആൾക്കാരെ കുറിച്ച് പൗലോസ് തന്നെ പറയുന്നുണ്ട്. अपने ही अहंकार में वो गिर गए, ऐसे बहुत सारों का अनुभव गवाही पौलुस ही कहते हैं। ഇവിടെ 1 മുതൽ 15 വരെയുള്ള വാക്യത്തിനകത്ത് പൗലോസ് ശരിയായ ഒരു സുവിശേഷം പറയുകയാണ്. 1 से लेके 15वें वचन तक हम पौलुस सुसमाचार सुना रहे हैं। ഇവിടെ പൗലോസ് ആദ്യം പറയുന്നത് പെട്ടെന്ന് അങ്ങ് സുവിശേഷം പറയുകയല്ല യഹൂദന്മാരോട്. वो तुरंत ही सुसमाचार यहूदियों को नहीं सुना रहे। അവിടുത്തെ തന്റെ മുമ്പിൽ യഹൂദന്മാരുണ്ട്, യവനായക്കാരുണ്ട്, ജാതികളുണ്ട്, ഒത്തിരി പേര് ആൾക്കാരുണ്ട്. वहाँ बहुत विभिन्न तरह के जातियों के लोग थे। അവിടെ ഹല്ലേലൂയ പൗലോസ് പറയുക, ഇത് വിശുദ്ധ രേഖകളിൽ പണ്ട് പ്രവാചകന്മാർ മുഖാന്തരം ഭാഗമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. पौलुस कहते हैं कि पुराने समयों से ही हमें विशुद्ध रेखाओं में हमें अलग अलग भागों को बनाकर परमेश्वर ने हमें दी है, सौंपा है। പഴയ നിയമങ്ങളിൽ ഹല്ലേലൂയ ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ എന്നെ പോലെ ഒരാളെ പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. पुराने नियम में हम पढ़ते हैं कि आपके बीच में से ही आपके ही जाति से एक जन को मैं भविष्यवक्ता की तरह उठाऊंगा। യെരമ്യായുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലും ഹല്ലേലൂയ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. यिर्मयाह की पुस्तक में भी हम पढ़ते हैं 7वें अध्याय में कि एक लड़की वो गर्भ धारण करेगी और एक परमेश्वर के दास को जन्म देगी। ഈ യേശുവിനെ കുറിച്ച് അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസത്തിൽ പെട്ടെന്ന് വന്നതല്ല, 1000 വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകന്മാരും മുഖാന്തരം അല്ലെങ്കിൽ വിശുദ്ധ രേഖകളിൽ നമുക്ക് കൈമാറി വന്നതാണ്. ये यीशु मसीह का जो जन्म है वो अचानक ही नहीं हुआ था, लेकिन हजारों साल पहले परमेश्वर के द्वारा भविष्यवाणी की गई थी और बहुत जनों से ये कहा ഞാൻ गया था। ചോദിച്ചോട്ടെ, യേശുവിനെ കുറിച്ച് മാത്രമാണോ പറഞ്ഞിട്ടുള്ളത്? मैं ये पूछ रहा हूँ कि केवल यीशु मसीह के बारे में ही हम पढ़ते आए हैं क्या? നമ്മളെ കുറിച്ചും ദൈവം മുന്നമേ നിയമിച്ചിട്ടുണ്ട്. हमारे बारे में भी परमेश्वर ने पहले से ही समझ रखा നമ്മുടെ था। ഭാവിയെ കുറിച്ച്, നമ്മുടെ ജീവിതത്തെ കുറിച്ച്, അതിന്റെ ആരംഭത്തെ കുറിച്ച്, അതിന്റെ അന്ത്യത്തെ കുറിച്ച് ഒരുവിന് നല്ല നിശ്ചയമുണ്ട്. हमारे शुरुआत और हमारे अंत के बारे में, हमारे जिंदगी की हर एक परिस्थिति के बारे में परमेश्वर ने पहले से ही प्लान रखा അതുകൊണ്ട് ഇന്ന് പകൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ വിഷമിച്ചു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. നീ ധൈര്യത്തോടെ പറയണം, യഹോവ എന്നെ കരുതിക്കൊള്ളും. इसलिए आज हम यहाँ से लौटेंगे तो हम दुखित होकर नहीं, लेकिन ये कहेंगे परमेश्वर मेरे लिए कार्य करेंगे। യഹോവയുടെ കൃപ എന്നെ പൊതിയും. परमेश्वर का अनुग्रह मुझे संभाले रखेगा। ഞാൻ വിചാരപ്പെടുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല, മറിച്ച് എന്നെ കുറിച്ച് സകലതും അവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. मैं जो जितना परेशान हूँ उससे कोई फायदा नहीं, मेरे लिए जो भी है वो उनके पुस्तक में लिखा गया है। അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ലോക സ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവിൽ നമ്മളെ കണ്ടിരിക്കുകയാണ്. इसलिए इफिसियों की पत्री पहले के 4थे वचन में हम पढ़ते हैं कि दुनिया के उत्पन्न से पहले ही मेरे बारे में परमेश्वर ने निश्चय किया। അതുകൊണ്ട് നമ്മൾ അനാഥനല്ല, इसलिए मैं अनाथ नहीं, നമ്മൾ ഒറ്റപ്പെടുന്ന വ്യക്തികളല്ല. मुझे एकांतता में जीने की जरूरत नहीं। നാം നമ്മോട് തന്നെ വിളിച്ചു പറയണം, मैं अपने आप से ही ये कहता ലോക रहूंगा, സ്ഥാപനത്തിനു മുമ്പേ തമ്പുരാൻ എന്നെ കണ്ടിരിക്കുകയാണ്. मुझे जगत की उत्पत्ति से पहले ही परमेश्वर ने मुझे चुना है। അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ പേര് ചൊല്ലി വിളിച്ചതാണ്. मेरे माँ के गर्भ में उत्पन्न होने से पहले ही मुझे नाम से पुकारा मेरा അതുകൊണ്ടാണ് परमेश्वर। ദാവീദ് പറയുന്നത്, ഞാൻ എവിടെ പോയി ഒളിച്ചാൽ
പോയാലും അവിടെ നീയുണ്ട്. इसलिए दाऊद कहते कि मैं जहां जाकर भी छिप जाऊं परमेश्वर आप वहां हो. ഭൂമിയുടെ അറ്റത്ത് പോയി പാർത്താലും നീ അവിടെ ഉണ്ട്. मैं पृथ्वी के अंत पहुंचूं तभी भी वहां आप हो परमेश्वर. പാതാളത്തിന്റെ അധമ പാതാളത്തിൽ പോയാലും അവിടെയും നീ ഉണ്ട്. पाताल लोक में पहुंचूं तो भी परमेश्वर आप वहां हो. അത് ദാവീദ് പറഞ്ഞു, ഞാൻ നിർഭയമായി വസിക്കും. मैं शांति से परमेश्वर आपके पास ഇന്ന് रहूंगा. പകൽ നമ്മളോടൊന്ന് ഉറപ്പായിട്ടൊന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, ഏതെല്ലാം പ്രതിസന്ധി വന്നാലും ഞാൻ ഉറപ്പോടെ ധൈര്യത്തോടെ അതിനെ എതിർക്കും. इसलिए हम अपने आप से धैर्य के साथ कहेंगे कि चाहे कोई भी परिस्थिति परेशानी हो मैं धैर्य से ही ഒരു रहूंगा. സമയത്ത് ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. आइए हम कृपया खड़े हो നമുക്ക് जाएंगे. കണ്ണുകളൊന്ന് അടയ്ക്കാം. हम अपने आंखों को बंद करेंगे. എനിക്കറിയാം വിവിധ കാര്യങ്ങൾ പറയാനുണ്ട്, എങ്കിലും അത് ഇന്ന് സമയം പോരായിക്കൊണ്ട് വരും ദിവസങ്ങൾ ദൈവം നമ്മളെ मुझे സഹായിക്കുമാറാകട്ടെ. बहुत कुछ कहना बाकी है लेकिन आने वाले दिनों में परमेश्वर सहायता ഹല്ലേലൂയ. करेंगे. ഇന്ന് പകൽ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം നമ്മളൊന്ന് ഓർത്താട്ടെ. परमेश्वर ने जितने वायदे हमसे किए वो सब हम जरा याद करेंगे. നമ്മളെ കൊണ്ടുവന്ന നാളുകളെ ഒന്ന് ഓർത്താട്ടെ. हमें लेकर आए उन सारे रास्तों को हम याद करेंगे. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നന്മകളെ ഒന്ന് ഓർത്താട്ടെ. परमेश्वर ने जितने आशीष हमें दी उन्हें याद करेंगे. അതൊന്നും നഷ്ടപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. वो कुछ भी हमसे नष्ट हो वो परमेश्वर चाहते नहीं. എന്നാൽ കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും ഹല്ലേലൂയ നിന്നെ തകർത്ത് കളയാനുമാണ്. लेकिन जो चोर आता है वो चोरी करने और हमें नष्ट करने के ആ लिए है. പിശാചിന്റെ പദ്ധതിയെ തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് പകൽ ക്രിസ്തുവിൽ നിന്ന് ഉറച്ചാട്ടെ. वो शैतान के सारे पद्धतियों को आप जान ले, उनके जाल को समझ ले और आप अपने आप को तैयार रखें. യേശുവിന്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്. परमेश्वर के हाथों में मैं सुरक्षित हूँ. ഞാൻ വിളിക്കപ്പെട്ടവനാണ്. मुझे चुना गया है. എന്നെ വിശുദ്ധീകരിച്ചവനാണ്. मुझे पवित्र बनाया गया ഇനി है. ആരെല്ലാം എന്നെ അശുദ്ധി എന്ന് എണ്ണി മാറ്റിവെച്ചാലും इसलिए कोई भी मुझे अपवित्र है करके मुझे हटा के रखे तो നീ भी, പാപിയാണെന്ന് മാറ്റി വിധി എഴുതിയാലും मैं पापी हूँ करके मुझे मेरा नाम ऐसा दिया गया तो തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചതാ. परमेश्वर ने कहा है कि मैंने तुझे शुद्ध किया है. ഒരിക്കൽ പത്രോസിനെ ദൈവം ഈ പാഠം പഠിപ്പിച്ചു. एक बार पत्रस को परमेश्वर ने एक पाठ सिखाया. ഇതാണ് എല്ലാ ജീവികളും അടങ്ങുന്ന ഹല്ലേലൂയ ഒരു തുപ്പട്ടി അവന്റെ മുമ്പിൽ ഇറങ്ങുന്നതായിട്ട് കണ്ടു. उनके सामने ऐसा एक दर्शन देखा. एक चादर में बहुत सारे जीव जंतु को रखा. പത്രോസിന് കഴിക്കാൻ പറ്റാത്ത എല്ലാ അശുദ്ധ ജന്തുക്കൾ അതിനകത്തുണ്ട്. पत्रस जो नहीं खाते थे वो सारी चीजें उनमें थी. പത്രോസിനോട് ദൈവം പറഞ്ഞു, നീ എഴുന്നേറ്റ് അറുത്ത് തിന്നുക. और पत्रस को परमेश्वर ने कहा तो उठकर उसे काट कर खा ले. പത്രോസ് പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല, ഞാൻ ഇതുവരെയും ഇത് കഴിച്ചിട്ടില്ല. पत्रस ने कहा ये मेरे से नहीं होगा, मैंने आज तक वैसा खाया नहीं. ദൈവം പറയുകയാ, കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധീകരിച്ചത് നീ അശുദ്ധമായി എണ്ണരുത്. लेकिन परमेश्वर ने कहा मैंने जिसे पवित्र किया उसे तू अशुद्ध मत कर. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകട്ടെ. हमको परमेश्वर के सामने एक कॉन्फिडेंस, एक धैर्य. പിശാച് നമ്മുടെ മനസ്സിനോട് കൂടെ വെല്ലുവിളിക്കത്തില്ലേ? जब शैतान हमें बार-बार हमें याद दिलाए, हमें നീ डराए, വീണുപോയി, നീ പരാജയപ്പെട്ടു പോയി, നീ തെറ്റ് ചെയ്തു പോയി, നിനക്ക് ഇനി കിട്ടത്തില്ലെന്ന് പറയത്തില്ലേ? आप गिर चुके हो, आपने गलती की है, आपने पाप किया, आप कभी वापस नहीं आ सकते. ऐसे शैतान हमें ഇന്ന് धमकी പകൽ देता हो. ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ പൊതിയാൻ പോകുകയാണ്. आज सुबह परमेश्वर की जो कृपा है वो आपको संभालेगी, आपको ढांके പിശാചിന് रखेगी. അമ്മാനം ആടാനുള്ളതല്ല എന്റെ ജീവിതം. शैतान मुझ पर नाचे वैसा नहीं ലോക है मेरी സ്ഥാപനത്തിനു जिंदगी. മുമ്പേ അവൻ എന്നെ കണ്ടതാണ്. दुनिया की शुरुआत से पहले ही परमेश्वर ने मुझे चुना है. നമ്മുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച്, मेरे पढ़ाई के बारे में, നമ്മുടെ ജോലിയെ കുറിച്ച്, मेरी नौकरी के बारे में, നമ്മുടെ ഭാവിയെ मेरे കുറിച്ച്, भविष्य के लिए, എന്റെ കുടുംബത്തെ കുറിച്ച്, मेरे परिवार के बारे എന്റെ में, പാർട്ട്ണറെ കുറിച്ച് मेरे परिवार के विषय में എല്ലാം ദൈവം കണ്ടിട്ടുണ്ട്. पहले से ही परमेश्वर ने चुना है. അങ്ങനെ ഉറപ്പുള്ള ദൈവമക്കൾ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ऐसे कितनों को धैर्य है वो ആരും परमेश्वर के सामने അടങ്ങിയിരിക്കരുത്. प्रार्थना करे. ഇത് ആദ്യമേ നിമിഷങ്ങളാണ്. ये ऐसा एक समय आपको दे നമുക്ക് रहे हैं. വരും ദിവസങ്ങളിൽ പഠനത്തിനോട് ചേർന്ന് നമ്മൾ പഠിക്കുമ്പോൾ आने वाले दिनों में जब हम इस पढ़ाई में आगे बढ़ेंगे നമ്മൾ तब അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരട്ടെ. परमेश्वर हमें आशीषित करेंगे. ആദ്യമായിട്ട് നമ്മുടെ നിലങ്ങളെ ഒന്ന് ഒരുക്കിയിട്ടാട്ടെ. हम अपने स्थानों को, अपने जमीन को तैयार ഇന്ന് करेंगे. പകൽ ഏത് സ്ഥലത്താണോ ദൈവത്തിന്റെ കൃപ ആവശ്യം, ദൈവം അത് പൊഴിച്ചു തരികയാണ്. जिस स्थान पर परमेश्वर की कृपा चाहिए परमेश्वर वो कृपा और भी आपको उतार कर देंगे. നിന്നെ വീണെടുത്തുനിന്ന് എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന്റെ കൃപ പകരുകയാണ്. आप जहां पर गिरे हो वहां से उठाने के लिए परमेश्वर अधिक कृपा आपको दे रहे हैं. പരാജയപ്പെടുത്തെടുത്ത് ദൈവത്തിന് അധികമായി കൃപ പകരുകയാണ്. जहां पर आप पराजित हो वहां पर परमेश्वर और कृपा आप दे रहे हैं. ഒറ്റപ്പെട്ടെടുത്ത് ദൈവത്തിന്റെ കൃപ പകരപ്പെടുകയാണ്. आप जहां पर अकेलापन महसूस करें वहां पर परमेश्वर की ആരും और കണ്ണു अधिक തുറന്നിരിക്കരുത്, എല്ലാവരും കണ്ണോടച്ചൊന്ന് सभी अपने പ്രാർത്ഥിച്ചാട്ടെ. आंखों को बंद रखेंगे. കർത്താവിനോടൊന്ന് പറഞ്ഞാട്ടെ. परमेश्वर से कहेंगे വിളിച്ചു വേർതിരിക്കപ്പെട്ടവനാണ്.
मैं चुना हुआ हूँ परमेश्वर। പലപ്പോഴും പിശാചിനെ പരാജയപ്പെട്ടിരുന്നു. कई बार शैतान ने मुझे पराजित किया है എന്നാൽ ഈ വചനത്തിന്റെ വെളിപ്പാട് നമ്മുടെ അകത്ത് കയറട്ടെ. लेकिन ये वचन का प्रकाशन मेरे अंदर है मेरे पिता। വിളിച്ചു വേർതിരിക്കപ്പെട്ട നിന്റെ മേൽ ദൈവത്തിന്റെ അധികമായി കൃപ പകരുക. परमेश्वर ने आपको चुना है, परमेश्वर और अधिक कृपा आपको देंगे आज। അവനോടൊപ്പം നടക്കാൻ, उनके साथ चलने के അവന്റെ लिए, കൂടെ വസിക്കാൻ. उनके साथ वास करने के लिए। ഇന്ന് പകൽ അവനോടൊപ്പം നടന്നാൽ, आज यदि हम उनके साथ चलेंगे, അവന്റെ കൂടെ വസിച്ചാൽ यदि हम उनके साथ रहेंगे നീ तो ജയാളിയായി മാറുകയാണ്. हम एक जयवंत जीवन जिएंगे। നീ പരാജിതനല്ല, ജയാളിയായി हम മാറുകയാണ്. पराजित नहीं बल्कि हम ദാവീദിന്റെ जयशाली। സന്തതിയായി ജനിച്ചത് ശരിയാണ്. हम बहुत ही अलग अलग परिवारों में हमारा जन्म हुआ। ദൈവത്തിന്റെ പുത്രൻ എന്ന് വെളിപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി യേശുവിന്റെ മേൽ ഇറങ്ങിയതുപോലെ जिस तरह परमेश्वर के पुत्र है ये कहने के लिए परमेश्वर जैसे उतर आए अपनी आवाज से, ഞാനും നിങ്ങളും ദൈവ മക്കളാണെന്ന് ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. मैं और आप परमेश्वर के बच्चे हैं, वो परमेश्वर दूसरों के सामने दिखलवाएंगे। എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന്? कितने लोग ये विश्वास करते कि मैं परमेश्वर का पुत्र ഞാൻ हूँ, ദൈവത്തിന്റെ മകളാണെന്ന് എത്ര പേർ मैं വിശ്വസിക്കുന്നുണ്ട്? परमेश्वर की पुत्री हूँ? कितने लोग विश्वास करते അങ്ങനെങ്കിൽ हैं? തള്ളപ്പെട്ട സ്ഥാനത്ത് നീ ദൈവത്തിന്റെ പൈതലാണെന്ന് സീല് വെച്ച് പറയത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് നിന്റെ വിഷയത്തിനകത്ത് ക്രിയ ചെയ്യും. इसलिए मैं धिक्कारा गया हूँ उन विषयों पर परमेश्वर आज अपना सील, अपना मुद्रा रख रहे हैं। സൈന്യത്താലല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന നാളുകൾ മുമ്പോട്ട് കടന്നു വരുന്നു. सैन्य से नहीं, शक्ति से नहीं, लेकिन परमेश्वर की आत्मा से कुछ चीजों को परमेश्वर प्रकाशन करेंगे। നിനക്ക് ഒരു വാക്കുപോലും ഉരിയാടാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി തെളിയിക്കാൻ एक പോകുകയാണ്. शब्द भी आप नहीं कह सके उन विषयों पर परमेश्वर अपनी नई एक प्रकाशन आपके लिए പരിശുദ്ധാത്മാവ് നിന്റെ അധികാരിയോട് പറയും ഇത് എന്റെ മകനാണ്, തെളിയിക്കാൻ പോകുന്നു. परमेश्वर अपने अधिकारियों को कहेंगे कि ये मेरी बेटा है, ये मेरा बेटी है करके। പരിശുദ്ധാത്മാവ് നിയമത്തോട് കൽപ്പിക്കും നീ എന്റെ ദൈവ പൈതലാണ്. पवित्र आत्मा नियम ഓ को റബ कहेंगे റബ कि ഷിയാ ये റബ मेरा ഡഗ ഡഗ बेटा ഡഗ और സിയാ बेटी റബ. है। വിശ്വാസമുള്ളവരകത്ത് വിശ്വാസത്തിന്റെ ശക്തി വ്യാപരിച്ചവർ കരങ്ങളടിച്ച് ആത്മാവിൽ അന്യഭാഷകളിൽ നിന്ന് സ്തോത്രം ചെയ്താട്ടെ. थोड़ी देर हम तालियां बजाकर अन्य भाषाओं में ഇവിടെ परमेश्वर ചിലവരോട് की ദൈവത്തിന്റെ ആലോചന പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. परमेश्वर की भविष्यवाणी आपके लिए आ रही നീ है। ആരാണെന്ന്, നീ ദൈവത്തിന്റെ വകയാണെന്ന് ദൈവം തെളിയിക്കാൻ പോകുന്ന ദിനങ്ങളാണ്. आप कौन हो ये परमेश्वर इन दिनों में ഓ റബ ലബ ലബ ഷിയാ റഗ ലഗ ഡഗ ദലഗ ഡഗ. നിന്നെ കൊണ്ട് പറ്റത്തില്ല നീ പറഞ്ഞ മേഖലകൾ പരിശുദ്ധാത്മാവ് നിന്നെ എഴുന്നേൽപ്പിക്കും. आपसे नहीं होगा ये उन विषयों पर पवित्र आत्मा आपको उठाएंगे। നീ ബലഹീനനായ ചില സ്ഥലത്ത് പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. आप जहाँ पर बलहीन हो उन विषयों पर पवित्र आत्मा को शक्तिशाली बनाएंगे। കല്ലറകളെ ഭേദിച്ചുകൊണ്ട് മൂന്നാം ദിവസം പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങിയെങ്കിൽ ഇന്ന് പകൽ നിന്റെ മേൽ അത് ഇറങ്ങുകയാണ്. जहाँ पर दफनाए गए उन सारे पत्थरों को हटाकर परमेश्वर की पवित्र ഈ आत्मा വചന വിശ്വാസത്തോടെ ഏറ്റെടുത്താൽ